ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരുപക്ഷെ ആദ്യമായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും ടേസ്റ്റ് ഒട്ടും കുറയാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിരിക്കും ഇത്. എന്നാൽ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ 500 ഗ്രാം ബസുമതി റൈസാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിന് പകരമായി നിങ്ങൾക്ക് കൈമ റൈസ് വേണമെങ്കിലും എടുക്കാം. എന്നാൽ ആദ്യം നമുക്ക് ഈ ബസുമതി റൈസ് കഴുകി കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇവിടെ നമ്മൾ ഒരല്പം വ്യത്യസ്തമായാണ് അരി കഴുകി കുതിർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അരി മുറിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. ആദ്യം 2 വെള്ളത്തിൽ അരി നന്നായിട്ട് കഴുകി വെച്ചതിന് ശേഷം മൂന്നാമത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് അരി കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കും. ഈ സമയം കൊണ്ട് തന്നെ ഈ വെള്ളമെല്ലാം അരിയിലേക്ക് നന്നായിട്ട് പിടിച്ച് അരി കറക്റ്റ് പരുവത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. അരി കുതിർന്ന് കിട്ടാനെടുക്കുന്ന ഈ ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. ഇവിടെ നമ്മൾ ഉദ്ദേശം 750 ഗ്രാം ബോൺലെസ് ചിക്കൻ വെള്ളം ലവലേശമില്ലാതെ തന്നെ കഴുകി ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്ത പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, ഒടുവിലായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ഇവിടെ ഈ ചിക്കനും മസാലക്കൂട്ടുകളും എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റി വെച്ച ബസുമതി റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ 1.5 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇവിടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി കുതിർക്കാനായിട്ട് മാറ്റി വെച്ച ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ അരി വേകാനായിട്ട് ചേർത്ത് കൊടുത്ത വെള്ളം നല്ലതുപോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അരി ഏകദേശം ഒരു 80-90% വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബസുമതി റൈസ് എല്ലാം കറക്റ്റ് 90% വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ കാണുന്ന അരി വെന്തതിന് ശേഷം ബാക്കി വന്ന ആ വെള്ളമെല്ലാം തെളിച്ച് കളഞ്ഞ് നമുക്ക് ഈ ചോറ് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ തന്നെ ആ ഒരു മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനാണ് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത്. ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം പൊരിച്ചെടുക്കാൻ. ഇങ്ങനെ ഇട്ട് കൊടുത്ത ചിക്കൻ്റെ ഒരു വശം മൂത്ത് വരുമ്പോഴേക്കും തിരിച്ചിട്ട് മറുവശം മൂപ്പിക്കാം. അങ്ങനെ ഇവിടെ ഈ ഇട്ട് കൊടുത്ത ചിക്കൻ്റെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് കിട്ടാനായിട്ട് കുറഞ്ഞതൊരു 8 മിനിറ്റെങ്കിലും എടുക്കും. ആ സമയം വരേക്കും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ ചിക്കനും കറക്റ്റ് പരുവത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസിന് ആവശ്യമായ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരല്പം വലിപ്പമുള്ള അടിക്കട്ടിയുള്ള ഉരുളിയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അത്യാവശ്യം നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇവിടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം മൂത്ത് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി സവാളയും കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് ചുവന്ന് വരുന്നത് വരെ തുടരെ ഇളക്കി കൊടുക്കുക. സവാളയും ഇതുപോലെ മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സൈസ് ക്യാരറ്റ് ഒരല്പം നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചത്, അതുപോലെ 6 ബീൻസ് ഒരല്പം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത്, ഒരു ചെറിയ ക്യാബേജിൻ്റെ 4/1 ഭാഗം അരിഞ്ഞെടുത്ത് വെച്ചത്, ഒരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത്, ഒടുവിലായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റാം.
അങ്ങനെ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലക്കൂട്ട്, കൂടുതലായിട്ടൊന്നുമില്ല, 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ഈ ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഏകദേശം ഒരു 10 സെക്കൻഡോളം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നടുവിലായിട്ട് ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്കൊരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഈ 4 കോഴിമുട്ടയും നമ്മൾ ഈ പാത്രത്തിൽ നേരത്തെ തന്നെ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ മുട്ട ചേർത്ത് കൊടുത്ത ശേഷം അടുക്കി പിടിക്കാതെ തന്നെ തുടരെ ഇളക്കി നമുക്ക് ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുട്ട നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടുന്നത് വരെ ഈ കാണുന്ന മറ്റ് വെജിറ്റബിൾസിനോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയിലെ ആ ഒരു ഈർപ്പം കാരണം വെജിറ്റബിൾസ് കുറച്ചുകൂടി ഒന്ന് വെന്ത് പോകും. അത്രയ്ക്കും വേവ് നമ്മുടെ ഈ വെജിറ്റബിൾസിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മുട്ട കറക്റ്റ് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ച ആ ഒരു ബസ്മതി റൈസ് അല്ലെങ്കിൽ ചോറ് ഇട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്ത ശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ പൊരിച്ച് മാറ്റി വെച്ച ആ ഒരു ചിക്കൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. ഒടുവിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 2 മിനിറ്റ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ചോറ് മുറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.